ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ബാൻഡ്രട്ടോ പോലെ കപ്പയും മീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ മീൻകറിയുടെ റെസിപ്പി നമ്മളോട് ഒരാൾ ചോദിച്ചായിരുന്നു കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബറുടെ വന്ന് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ മീൻകറി ഇടുന്നത്. ഈ മീൻകറി ഞാൻ സാധാരണ 100-300 പേർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. പിന്നെ അളവ് കൂടുമെന്നുള്ളതേ ഉള്ളൂ. അതായത് ഇതിപ്പോൾ നമ്മളൊരു 3/4 കിലോ മീനിൻ്റെ ഒരു 750 ഗ്രാം മീനിൻ്റെ അളവാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ പിന്നെ എടുക്കുമ്പോൾ 10 കിലോ 20 കിലോയുടെയൊക്കെ എടുക്കുമ്പോൾ അതനുസരിച്ച് മസാലയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളോട് സബ്സ്ക്രൈബ് പറഞ്ഞിട്ടാണ് ഈ മീൻകറി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്ന് ചെയ്യുന്നത് കപ്പയും മീൻകറി. കപ്പ വയ്ക്കാൻ വേണ്ടി കപ്പ എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പീര, അതിനുവേണ്ടി അരപ്പിനുള്ള വെളുത്തുള്ളി, കൊച്ചുള്ളി, കാന്താരി, ജീരകം, പിന്നെ ഇതിന് ഇച്ചിരി മഞ്ഞളും ആവശ്യമുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾ. ഓക്കെ, 3/4 കിലോ മീനുണ്ട്. അതിനൊരു 4 പുളി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത് ഞാൻ പുളി ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ടാവും വേവിച്ചെടുക്കുമ്പോൾ. നല്ല ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അതിനുവേണ്ടി ഉലുവ, കടുക്, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, ഫിഷ് മസാല, ഒരു കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടി ഒരല്പം ഉലുവായി. പിന്നെ നമുക്ക് വേണ്ടത് കടുക് പൊട്ടിക്കുമ്പോൾ ഇടാൻ വേണ്ടി കൊച്ചുള്ളി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ ഇടുന്ന പുളിയുള്ളപ്പോൾ ടൊമാറ്റോ ഇടുന്ന എന്തിനാണെന്ന് ഇപ്പോൾ ചോദിക്കും. പക്ഷേ ടൊമാറ്റോ ഇട്ടാൽ കറിക്ക് ഇച്ചിരി കൊഴുപ്പും ടേസ്റ്റും കൂടുതലായിരിക്കും. കപ്പ വേവിക്കാൻ ഇടാം. കപ്പ വേവിക്കാനായിട്ട് വെള്ളം ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. കപ്പ വാരി അതിനകത്തിട്ടിടാം. മീനിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് കടുക്, ഉലുവായും പൊട്ടിക്കാം. അത് ഉലുവായും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് ചേർക്കാം. ഇതിന് പോലെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടാലും മീൻ നല്ല കൊഴുപ്പായിരിക്കും കിട്ടും. അത് ഇതിനാണെങ്കിലും കൊഴുപ്പ് കിട്ടും. ഇനി അല്ലെങ്കിൽ പേസ്റ്റാക്കി ഇട്ടാൽ പിള്ളേരൊക്കെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് കളയും. അതൊക്കെ അകത്ത് കളഞ്ഞെങ്കിൽ അരച്ച് ചേർത്താൽ നല്ലതായിരിക്കും. പച്ചയ്ക്ക് ടൊമാറ്റോ, ഇവിടുത്തെ ടൊമാറ്റോയ്ക്ക് അത്ര പുളിയില്ലാത്തതാണ് ഞാൻ ഒരു ടൊമാറ്റോ ചേർത്തത്. നമ്മുടെ നാട്ടിലെ ടൊമാറ്റോയൊക്കെ നല്ല പുളിയായിരിക്കും. അര ടൊമാറ്റോ ചേർത്താലും മതി. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച മല്ലിപ്പൊടി അധികം ഇടണ്ട. അധികം ഇട്ടാൽ വളിച്ചു പോകാൻ ചാൻസാണ്. എടുത്ത് തിളപ്പിച്ച് വെച്ചിരുന്ന പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പുളി ഇത് വേവിച്ച പുളിയാണ്. അതാകുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആകണ്ട, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. നമ്മുടെ പൊടികളുടെ കളറ് പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മീൻകറിക്ക് നല്ല കളറ് വേണം കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ഈ പൊടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോകും, ഇത് മൂത്തിട്ടേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും വെച്ചാൽ നമ്മൾ കല്ലിൽ അരച്ചെടുത്ത പോലെ ഇരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഈ പൊടി, നമ്മുടെ മുളക് പൊടി, ഫിഷ് മസാല, ഇതെല്ലാം കൂടെ ഉള്ള പൊടികൾ ഒന്നിച്ചാക്കി ഇതുപോലെ ചാലിച്ച് ഒഴിക്കാമെങ്കിൽ കറിക്ക് നല്ല കളറായിരിക്കും. നമ്മുടെ മസാല ചാലിച്ച് വെച്ച മസാല ഇതിനകത്തോട്ട് ചേർത്തു. നമ്മുടെ ഈ പാത്രം കൂടെ കഴുകി ചൂടുവെള്ളം ഉപയോഗിക്കാറുള്ളൂ. ചൂടുവെള്ളത്തിൽ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി ചാറ്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. മീൻകറി ആകുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം. ഗ്രേവി നമുക്ക് കുറച്ച് നേരം ഇരുന്ന് വേകണം. വെന്തതിന് ശേഷം നമ്മളിത് ചട്ടിക്കകത്തോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റായിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി, അതുപോലെ എടുത്ത് വെച്ച കായത്തിൻ്റെ പൊടി ചേർക്കുകയാണ്. കപ്പ വെന്തു. നമുക്ക് കപ്പയുടെ അരപ്പ് ഇതിനകത്ത് ചേർക്കാം. പിന്നെ ഇതിനകത്ത് ചിലർ കടുക് കുറച്ച് ചേർക്കും. അത് ഓപ്ഷനല്ല, വേണേൽ ചേർക്കാൻ വേണ്ടവർക്ക് ചേർക്കാം. ഇതൊക്കെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഉപ്പിട്ട് ചേർത്ത് കൊടുക്കും. നമുക്ക് അരപ്പിനുള്ള ഉപ്പ്. മീനിൻ്റെ ഗ്രേവി ഇവിടെ റെഡിയായി. ഇനി ഇതിനകത്ത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് മീൻ ഇതിനകത്തൊരു 7 to 10 മിനിറ്റ് വേവിച്ചാൽ മീൻകറി റെഡി. അതിന് ശേഷം മസാല അങ്ങോട്ട്. ഇനി നമുക്ക് ഇന്നത്തെ കഥ പറയാം. അത് ഞങ്ങളുടെ നാട്ടിൽ ഈ അമ്പലങ്ങളും പള്ളികളൊക്കെ കുറവാണ്. പള്ളിയൊക്കെ ഉണ്ട്, ഇച്ചിരി ദൂരം, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരമാണ്. അപ്പം രാവിലെ പാട്ടുകളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഭക്തനുണ്ട്. പുള്ളിക്കാരൻ രാവിലെ എനിക്ക് പാട്ട് പാടും.
അത് പുള്ളി ഒരു ഭയങ്കര ജയൻ ഫാനാണ്. ജയൻ്റെ സിനിമയിലെ പാട്ടുകളൊക്കെ അതൊക്കെ കേട്ടാണ് ഞങ്ങൾ എണ്ണീറ്റ് വരുന്നത്. കസ്തൂരിമാൻമിഴിശകലങ്ങൾ കൽഹാര പുഷ്പങ്ങൾ പൂവണിയുമ്പോൾ എന്നൊക്കെയുള്ള പാട്ട് കേട്ടാണ് ഞങ്ങൾ എണ്ണീറ്റ് വരുന്നത്. കാരണം പുള്ളി രാവിലെ വരുന്നുണ്ട് പാടും. പുള്ളി ഈ ജയൻ്റെ വലിയൊരു ഫാൻ. ജയൻ നടക്കുന്നവർ നടക്കുകയുള്ളൂ, ജയൻ്റെ ഡ്രസ്സേ എടുത്തുള്ളൂ, അങ്ങനെയൊക്കെ വലിയൊരു ജയൻ്റെ അന്നത്തെ കാലത്ത് 40 വർഷം മുമ്പ്. ഇപ്പോഴൊക്കെ മിമിക്രിക്കാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേനെ നമുക്കറിയാം നടന്മാരുടെ ഒക്കെ നടക്കും. പക്ഷെ അന്ന് ഈ പുള്ളി ഇങ്ങനെ നടക്കുകയുള്ളൂ, ജയൻ്റെ രീതിയിലുള്ള ഡ്രസ്സ് നടക്കുകയുള്ളൂ, ജയൻ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു കടയിൽ പോയി ഇങ്ങനെ നിൽക്കുക. കടയിൽ പോയി സാധനം മേടിക്കാൻ നിൽക്കുമ്പോൾ ഈ പുള്ളി അവിടെ വന്നിട്ട് ഈ കിടക്കാരൻ ഇച്ചിരി പ്രായമുള്ള ആളും ഇച്ചിരി ഇതായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ഒരു വലിയ ചെറുപ്പമാണ്, വലിയ പ്രായമൊന്നുള്ള ആളല്ല. പക്ഷെ ഇയാൾ വന്നിട്ട് കിടക്കാരനോട് വന്ന് സാധനം ചോദിക്കുന്നൊരു ഭാഗം, അത് ഞാനിങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ട് ഒരു രംഗമായി പറയാം. അപ്പം പുള്ളിക്കാരൻ കടയിൽ വന്നിട്ട് പറയും, വക്കിച്ച് 50 കപ്പയും 100 പഞ്ചസാരയും. അപ്പം കടക്കാരൻ ഇത് കേട്ടിട്ട് കലിപ്പായിട്ട് പുള്ളി തിരിച്ചു വയ്ക്കും, പൈസ ഉണ്ടോടാ? അപ്പം ഈ പുള്ളി തിരിച്ചു പറയും, അമ്മച്ചി തരും. കടക്കാരൻ വീട്ടിൽ പോടാ. അങ്ങനെ ഒരു രംഗം. അപ്പോൾ ഈ പുള്ളി ഭയങ്കര ജയൻ ഫാനാണ്, ഇങ്ങനെ നടക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഈ ജയൻ ഫാൻ പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മറ്റേ കടക്കാരനൊക്കെ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. ഇങ്ങനെ ഒരു രസമായ കട ഞാൻ കടയിൽ നിൽക്കുമ്പോൾ കണ്ട ഒരു രംഗം പറഞ്ഞതേ ഉള്ളൂ. അടുത്ത കഥയുമായിട്ട് അടുത്ത പ്രാവശ്യം വരാം. നമ്മൾ അടുപ്പിലാക്കി വെച്ച് കഴിയുമ്പോൾ ഗ്യാസേ വെച്ച് കഴിയുമ്പോൾ പുകയാൻ ചാൻസ് ഉണ്ട്. പുകഞ്ഞ് കഴിഞ്ഞാൽ ഫയറലാറോ ഒക്കെ വരും. ഇങ്ങനെ മസാല രണ്ടായിട്ടുണ്ടാക്കി തട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെങ്കിൽ ആ പുകയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നിങ്ങളല്ല